in-house expert Pradeep Chandrasekharan sir. Sir, good morning and welcome to the show. Good morning, Anla. Morning, viewers. സർ, ഇന്നലെ യു എസ് സൂചികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു സ്ട്രോങ് ക്ലോസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു പോസിറ്റീവ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെയും അതിനോടൊപ്പം തന്നെ എൻവിഡിയയുടെയും റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻവിഡിയയുടെ റിസൾട്ട് ഒരു മികച്ചൊരു റെക്കോർഡ് റവന്യൂ ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിൻ്റെ റിസൾട്ടുകളുടെ ഒരു റിഫ്ലക്ഷൻ നാസ്ഡാക്ക് അടക്കമുള്ള സൂചികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയെ ബോത്ത് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വീണ്ടും നേരിയ നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. 2 എക്സ്ചേഞ്ചസിൽ നമ്മൾ ലോങ് പൊസിഷൻ മാത്രമേ എടുക്കാൻ ശ്രമിക്കാവൂ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 47,780 പോയിന്റ്. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് 47,920 46,700 46,70. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 23,930. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. അതിനുശേഷമുള്ള 2 റെസിസ്റ്റൻസ് ലെവൽ 24,250 24,500. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ഇന്നിപ്പോൾ ക്രൂഡിൻ്റെ കേസിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ആഗോളതലത്തിൽ ക്രൂഡ് വിപണിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രണ്ടിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും $66 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. WTI ക്രൂഡ് ആണെങ്കിൽ $63 എന്നൊരു നിലയിലുമാണ്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ മിഞ്ഞാന്ന് നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു നേരിയ സെല്ലിംഗ് പ്രഷർ കാണാനിടയായി. അതിനെ തുടർന്ന് നമുക്കൊരു പുതിയ ബുള്ളിഷ് സെറ്റപ്പ് ഒത്തിരി മാസങ്ങൾക്ക് ശേഷം ക്രൂഡിന്റെ കേസിൽ സെറ്റപ്പായി വന്നിട്ടുണ്ട്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് $64.50. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് $65.50. ഈ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്നും ഒരു $1.50 നേട്ടം കൂടെ ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോൾ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 3,400 എന്നൊരു ലെവൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഗോൾഡിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലാണ് ഗോൾഡ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഏകദേശം $3,392 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ക്രൂഡിന്റെ കേസിൽ നേരിയ നേട്ടങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് $3,417 റെസിസ്റ്റൻസ് ആയിട്ട് ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ ലെവൽ ആദ്യത്തെ 3,470. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ $3,500. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ചും ഇന്നലെ ഔദ്യോഗികമായിട്ട് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 50% എന്നൊരു താരിഫ് നിലവിൽ വന്നിരിക്കുകയാണ്. നിലവിൽ ഇതുവരെയും ഇന്ത്യയും അതിനോടൊപ്പം തന്നെ US-ഉമായിട്ടൊരു ട്രേഡ് ഡീലിലേക്ക് എത്താനും സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് അടക്കം പരിശോധിക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനുള്ളൊരു സാധ്യതയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. താങ്കൾ ഈ ഒരു ഫോർത്തിൽ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,700 മുതൽ 24,800 വരെയുള്ള ഒരു റേഞ്ച് വളരെ ക്രൂഷ്യലായിട്ടൊരു ലെവലാണ് എന്നാണ്. ഇന്നത്തെ ഈ ഒരുപക്ഷെ നിലവിലൊരു ഇടിവിലേക്ക് നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് തുടക്കത്തിൽ വീണ്ടും നിഫ്റ്റി 50യുടെ കേസിൽ ആദ്യം ഒരു ഷോർട്ട് കവറിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഒരു നേരിയ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഓഗസ്റ്റ് 18 നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു ഗ്യാപ്പ് ഫില്ലായി പോയിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലെവലായിരിക്കണം നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സപ്പോർട്ടിൽ നിന്നും കാര്യമായിട്ടൊരു ഇടിവ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ സെക്ടർ വൈസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഇസ് ദി IT സെക്ടർ, ഓട്ടോ സെക്ടർ
ആൻഡ് ഒരുപക്ഷെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. മേജർ സെക്ടേഴ്സിലെ വീക്ക്നെസ് കാണാൻ സാധിക്കുന്ന ഒരു സെക്ടർ ഇസ് ദി ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൽ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക് ഇതിലൊക്കെ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇന്ന് ഇതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുന്ന 50% താരിഫ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വോളറ്റാലിറ്റി ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണ്, ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ വളരെ ശക്തമായിട്ടൊരു സെല്ലിങ്ങിലേക്ക് നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു വ്യൂ എന്തായിരിക്കും? അല്ല, നമുക്ക് ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ലാത്ത, ഇതിൽ ഒരു സർപ്രൈസും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരുന്നു ഓഗസ്റ്റ് 27 അമേരിക്കയുടെ ടാരിഫ് നിയമം നടപ്പിലാകുമെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 ആഴ്ച മുൻപ് തന്നെ നമുക്ക് അറിയാമായിരുന്നു. സോ അതിൽ ഒരു സർപ്രൈസും ഇല്ല. ആ ഒരു വാർത്ത ഡിസ്കൗണ്ട് ആയി പോയിട്ടുണ്ട്. ആസ് എൻ ലോങ് ടേം ഇൻവെസ്റ്റർ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യ അമേരിക്കൻ നമ്മൾ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ടെൻഷൻ വരുന്നത്. നമ്മളെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് എതിരെ അമേരിക്ക ന്യൂക്ലിയർ ടെസ്റ്റിനെ തുടർന്ന് വലിയൊരു സാങ്ഷൻ ഏർപ്പാടാക്കി. അതൊക്കെ നമ്മൾ മറികടന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തിരുന്നു. സോ ഈ ഒരു അങ്ങനെ ഒരു സെല്ലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു അവസരമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കണം. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുമ്പോഴേക്കും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ബാങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിഫ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമിംഗ് സെക്ടറും നിഫ്റ്റിനെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നതും ഈ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ബാങ്കിങ് ഓഹരികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം 680-ലധികം പോയിന്റ്സിൻ്റെ ഇടിവിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 54,390 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ സെല്ലിംഗ് പ്രഷറിന് കുറെ കൂടെ ശക്തി പ്രാപിക്കും. പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 53,200 പോയിന്റിലാണ്. സർ, കഴിഞ്ഞ ദിവസത്തെ ഒരു സെക്ടറൽ പെർഫോമൻസ് പരിശോധിക്കുമ്പോഴേക്കും ബ്രോഡർ മാർക്കറ്റിലധികം വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടപ്പോൾ പോലും ഒരു ഡിഫെൻസീവ് മോഡിലേക്ക് നിലനിന്നിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ FMCG സൂചികയാണ്. 0.9% ഒരു മുന്നേറ്റമായിരുന്നു FMCG സൂചിക നേടിയിട്ടുണ്ടായിരുന്നത്. FMCG സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? FMCG ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ബട്ട് നിഫ്റ്റി FMCG ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 57,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ IT ഇൻഡെക്സ്, ഓട്ടോ ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആക്ച്വലി FMCG ഇൻഡെക്സിൽ ഒത്തിരി ഹെവി വെയിറ്റ്സിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ടാറ്റ കൺസ്യൂമർ. ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റേ ഹെവി വെയിറ്റ്സ് ലൈക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ്, നെസ്ലെ ഇതിലൊക്കെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്രിട്ടാനിയയിലേക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ബ്രിട്ടാനിയ ഓഹരികളിലുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ ഏകദേശം 3% മുകളിൽ ഒരു നേട്ടം നൽകാനായിട്ട് ബ്രിട്ടാനിയയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ ക്ലോസ് ചെയ്തിരിക്കുന്നത് 3.87% നേട്ടത്തിലാണ്. ബ്രിട്ടാനിയ ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബ്രിട്ടാനിയയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. നമുക്ക് ആക്ച്വലി ഈ ഒരു സ്റ്റോക്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 5,920 രൂപയിലെ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിലുള്ള നിലവിൽ നടക്കുന്ന ആ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ശക്തി കുറെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു US ട്രേഡിലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതലൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് വാങ്ങിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അത് OMCയുടെ കേസിൽ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ കേസിലേക്ക് എത്തുകയാണെങ്കിൽ നിലവിലത്തെ ഒരു ലേറ്റസ്റ്റ് കണക്കുകൾ അനുസരിച്ചിട്ട് ഏകദേശം ടോട്ടൽ ക്രൂഡ് ഇമ്പോർട്ടിൻ്റെ 35 മുതൽ 40% ഇപ്പോഴും റഷ്യൻ ക്രൂഡാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ OMCകളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് ഓയിൽ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസം മുതൽ തന്നെ ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെല്ലിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്.
ലോങ് ടേം ട്രെൻഡ് ഇപ്പോൾ സൈഡ് ബേസ് ആയിട്ടാണ് കാണുന്നത്. കറന്റ് ലെവൽസിൽ ഓയിൽ സ്റ്റോക്സിൽ ഒന്നും തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഭാരത് പെട്രോളിയം ഫോർ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ 298 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതേസമയം IOCയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 135 രൂപ. സാറാണ് അപ്പോൾ അതിന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു HDFC ബാങ്കിലടക്കം ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നതെന്ന്. HDFC ബാങ്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ അല്പം സെല്ലിംഗ് പ്രഷറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. HDFC ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ബോണസ് ഇഷ്യൂസ് എല്ലാം ക്രെഡിറ്റ് ആയത്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ HDFC ബാങ്ക് എക്സ് ബോണസ് റേറ്റിൽ ട്രേഡ് ചെയ്യപ്പെടും. അതായത് മിനിഞ്ഞാന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 960-70 ആ ഒരു റേഞ്ചിലായിരുന്നു. അതിന്റെ പകുതി ലെവലിലോട്ടായിരിക്കും HDFC ബാങ്കിന്റെ ബോണസ് ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. കറന്റ് ലെവൽസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ ലെവല് 940 രൂപയായിരിക്കും. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ട ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. മറ്റൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ളൊരു ഓഹരിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിൽ 1.5% മുകളിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ 1.96% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് റിലയൻസ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ നിഫ്റ്റി 50 തന്നെ മിറർ ചെയ്തുകൊണ്ടിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1357 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കറന്റ് ലെവൽസിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കുമെന്ന്. ലെറ്റ് us വെയിറ്റ് ഫോർ എ ബോട്ടം ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. റിലയൻസിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്. ലാർസൻ ആൻഡ് ടൂബ്രോയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഈ ചൊവ്വാഴ്ച വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 1.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. L&Tയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ലാർസൻ ആൻഡ് ടൂബ്രോയിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ കഴിഞ്ഞ 2-3 സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് ഒരു വിധത്തിലും ഈ ട്രെൻഡിനെ ബാധിക്കുന്നില്ല. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്യുക. ഇതിന്റെ ഒരു വളരെ മേജർ സപ്പോർട്ട് എനിക്ക് കാണുന്നത് 3000 രൂപയിലാണ്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 4000 രൂപയിലും. സോ 4000ന്റെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബുള്ളിഷ് സസ്റ്റൈനബിൾ ട്രെൻഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. ചെറിയൊരു താരിഫ് നിലവിൽ വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്ന ഒരു മേഖലകളിൽ ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ സ്റ്റോക്സിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഗോ ഫാഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഗോ ഫാഷനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 0.11 വളരെ ഫ്ലാറ്റ് ആയിട്ട് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു ലോ ലെവൽസിലുള്ള ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഗോ ഫാഷനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗോ ഫാഷൻ ലിസ്റ്റ് ചെയ്തത് 2021 ഡിസംബർ മാസത്തിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് നേട്ടം ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. 3 തവണ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടിനൊരു സാധ്യത കണ്ടിരുന്നു. ബട്ട് ആക്ച്വലി കഴിഞ്ഞൊരു ജൂൺ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആക്ച്വലി കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 678 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ടെക്സ്റ്റൈൽ സ്റ്റോക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് നേരിട്ട ഒരു ഓഹരി എന്ന് പറയുന്നത് KPR മിൽസ് ആയിരുന്നു. KPR മിൽ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയും ഏകദേശം 4% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. KPR മില്ലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി KPR മില്ലിന്റെ കേസിൽ മിനിഞ്ഞാന്നത്തെ സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 940 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
അടുത്തതായിട്ട് സുസ്ലോണിലേക്കാണ് വരുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5% മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സുസ്ലോൺ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 56 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുമില്ല. സർ, ഒപ്പം തന്നെ ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടറിൽ തന്നെയും ആദ്യം ചോദിക്കുന്നത് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിൽ ഒരു പക്ഷേ ഒരു ട്രെൻഡ് റിവേഴ്സിൽ ഒരു സാധ്യതയുണ്ട് എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഒരു 0.5% മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ടാറ്റ മോട്ടോഴ്സിലോട്ട് വരുന്നതിന് മുൻപ് ഈ ഓട്ടോ ഇൻഡെക്സിനെ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു നേട്ടമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻഫാക്ട് നിഫ്റ്റി 50യുടെ റിക്കവറിയെ നയിച്ചത് ഈ ഒരു ഇൻഡെക്സ് തന്നെയായിരുന്നു. നമ്മൾ ഓട്ടോ ഇൻഡെക്സിൽ ഇന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 55,600 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഒരു ഇൻഡെക്സിലും സെക്ടറിലും കാണാൻ സാധിക്കും. ടാറ്റ മോട്ടോറിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ഇന്നത്തെ നാളത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 692 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഒരേ ഒരു റെസിസ്റ്റൻസ് കൂടെ കാണുന്നുണ്ട് 699 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ 715, 725, 735, 755. ഒപ്പം തന്നെ ഒല ഇലക്ട്രിക്കിലൂടെ വരികയാണ്. ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒക്കെ വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫിലേക്ക് നീങ്ങിയപ്പോൾ പോലും 4% മുകളിൽ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ച ഓട്ടോ ഓഹരികളിലൊന്നാണ്. പ്രത്യേകിച്ചും PLI സ്കീമിലേക്ക് അതിൻ്റെ ജെൻ 3 കാറ്റഗറി ഉൾപ്പെട്ടുള്ള സ്കൂട്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. 2028 വരെ ഇൻസെൻറ്റീവ്സ് ലഭിക്കുമെന്ന് അടക്കമുള്ള അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയായിരുന്നു ഇത്തരം ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. ഒല ഇലക്ട്രിക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു 39 രൂപയ്ക്ക് അടുത്ത് ഇതിന്റെ ഓൾ ടൈം ലോ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നായിരുന്നു നമുക്ക് നല്ലൊരു റിക്കവറി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലെവൽ 46 രൂപ 50 പൈസ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 54 രൂപയും അതിനുശേഷം 58 രൂപയായിരിക്കും. 58ന്റെ റെസിസ്റ്റൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും ബ്രേക്ക് ചെയ്യാനായിട്ട്. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആൻഡ് ആ ലെവല് സസ്റ്റൈൻഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്കായി മാറും. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓട്ടോ ഓഹരി എന്ന് പറയുന്നത് M&M ആണ്. M&Mനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2% നഷ്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റ് 18-ാം തീയതി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് അപ്പോൾ ഒരു പരിധി വരെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുമുണ്ട്. M&M ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? M&Mന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നേരെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാനും സാധിക്കുന്നുണ്ട്. ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം റിസ്ക് റിവാർഡ് റേഷ്യോ അറ്റ് ദ മൊമെന്റ് ഫേവറബിൾ അല്ല. നമ്മൾ ഓട്ടോ സെക്ടറിൽ വേറൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൈ ഫേവറേറ്റ് അറ്റ് ദ മൊമെന്റ് ഹ്യുണ്ടായി മോട്ടോ ലിസ്റ്റിംഗിന് ശേഷം നമ്മളെ നിരാശപ്പെടുത്താതെ നമുക്ക് നല്ല നേട്ടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 2359. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇതിന്റെ ഓൾ ടൈം ലോ ഹൈ ലെവൽ ആയിട്ടുള്ള 2623. അത് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 2680, 2750, 2890.
സർ, അപ്പോൾ തന്നെ ഫോഴ്സ് മോട്ടോഴ്സിൽ കൂടി വരികയാണ്. ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു. തുടർച്ചയായിട്ട് നേട്ടം നൽകിയെന്ന ഒരു ഓഹരിയാണ്. എന്നാൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ടൊരു നെഗറ്റീവ് ടോണിലാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഫോഴ്സ് മോട്ടോഴ്സ് ആയിരുന്നു ഓട്ടോ സെക്ടറിനെ മുഴുവൻ നയിച്ചിരിക്കുന്നു ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ആൻഡ് 4 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ, എസ്പെഷ്യലി ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ട്രേഡിംഗ് പർപ്പസിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 20,660 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 21,750, 22,260 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. അതിനോടൊപ്പം തന്നെ മറ്റു ചില അയൺ ആൻഡ് സ്റ്റീലുമായി ബന്ധപ്പെട്ട ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ടാറ്റ സ്റ്റീലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 150 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സെക്ടറിൽ തന്നെ ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരിയാണ് മഹാരാഷ്ട്ര സീംലെസ് ലിമിറ്റഡ്. മഹാരാഷ്ട്ര സീംലെസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 2% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. മഹാരാഷ്ട്ര സീംലെസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Maharashtra Seamless is a small cap stock, and unfortunately, ഈ സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 650 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് ഈസ്മൈ ട്രിപ്പ് പ്ലാനേഴ്സ്. ഈസ്മൈ ട്രിപ്പ് എന്ന് പറയുന്നത്, ഈസ്മൈ ട്രിപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം ഒരു ലോവർ സർക്യൂട്ടിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ലോവർ സർക്യൂട്ടിന് അടുത്ത് നിന്നുകൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 8.37 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈസ്മൈ ട്രിപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസ്മൈ ട്രിപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ നിലവിലുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവൽ 5 രൂപ 3 പൈസ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു ലെവലിലോട്ട് തന്നെ ഈ സ്റ്റോക്ക് എത്തിച്ചേരും. ഇപ്പോൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസും ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് റിലയൻസ് ഇൻഫ്രയാണ്. റിലയൻസ് ഇൻഫ്രയും ഒരു സ്മോൾ ക്യാപ് സെക്ടറിൽപ്പെട്ട ഓഹരി തന്നെയാണ്. റിലയൻസ് ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഫ്രയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ദിസ് ഇസ് എൻ അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനി. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാർത്ത വരുന്ന സമയത്താണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഇത്രയും വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ 245 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് അഡ്വൈസും ചെയ്യുന്നില്ല. സർ, അടുത്തായിട്ട് NBCC ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരിയാണ്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 3% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു നെഗറ്റീവ് ട്രെൻഡിലാണ് ഈ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. NBCC ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NBCCയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 98 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ ഇടയായത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 200 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു അനില.
ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരെ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം നിങ്ങളോടൊപ്പം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും മറ്റ് സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് നിഖിലും ഒപ്പം തന്നെ സഫാനും മാർക്കറ്റ് സ്ക്രീനറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.